ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ജനറൽ ഗൈഡൻസ് എടുക്കാം. ഇന്ന് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യനോ എന്തെങ്കിലും കാര്യം അറിയാനുണ്ടെങ്കിൽ നമുക്ക് അതിന് യൂണിവേഴ്സ് എന്താ ആൻസർ തരുന്ന നോക്കാം. അതിനുള്ള ഒരു ഗൈഡൻസ് ആയിട്ട് ചോദിക്കാം. ഞാനിവിടെ വെച്ചിട്ടുള്ളത് വേറെ ഡെക്ക് ഓഫ് ഏഞ്ചൽ ആൻസേഴ്സ് എന്ന് പറയും. ഓക്കെ, ഏഞ്ചൽ ആൻസേഴ്സ് ഡെക്കാണ്. സോ നമുക്കതിൽ നിന്ന് നിങ്ങളുടെ ഒരു കാര്യത്തിനെ കുറിച്ച് സൊല്യൂഷനായിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്താ നമ്മളോട് പറയുന്നത് നോക്കാം. നിങ്ങളുടെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. അതിനുള്ള ഗൈഡൻസ് യൂണിവേഴ്സ് എന്താ തരുന്നത്. ഓക്കെ, പേജ് ഓഫ് വാണ്ട്സ് ഉണ്ട്, 4 of swords and 8 of cups. Okay, but finally, wow. ഇതും കൂടി ഞാൻ എടുക്കുന്നുണ്ട് ബിക്കോസ് ഇത് എടുത്തേ പറ്റൂ. ഓക്കെ, നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അതിപ്പോൾ സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോൾ മേ ബി ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരു കരിയറിൻ്റെ കാര്യമായിരിക്കാം, ജോലിക്ക് വേണ്ടിയിട്ട്, ബിസിനസ്സിന് വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെ നിങ്ങൾ എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന തന്നെ ഒരു കാര്യം, ഓക്കെ, ആ ചെയ്യുന്ന ഒരു കാര്യത്തിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിനെ കുറിച്ചായിരിക്കും നമ്മളിനി അടുത്തത്. മേ ബി നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവാം, അതിനെക്കുറിച്ച് അതിനെങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഓക്കെ, അതിപ്പോൾ ഏത് കാര്യത്തിലായാലും, ഓക്കെ, നിങ്ങൾ റിലേഷൻഷിപ്പിലാവാം, കരിയറിലാവാം, ജോലിയിലാവാം, ജോബ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കാം, പഠിക്കാനായിരിക്കാം, എന്തുമാവാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ടാലൻസ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്യുന്ന കാര്യമായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ മനസ്സിലൊരു നമ്മൾ പറയില്ലേ ഒരു വിത്ത് ഒരു ഐഡിയ എന്ന് പറയാം, ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഐഡിയ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അത് നിങ്ങളുടെ മനസ്സിലുണ്ട്. ഓക്കെ, അതിനെ ഇനി എന്താണ് ചെയ്യേണ്ടത്, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ആഗ്രഹമുണ്ട്, ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ട്. റിലേഷൻഷിപ്പ് ആണെങ്കിൽ അങ്ങനെ, ഓക്കെ, ജോലിയിലാണെങ്കിൽ യെസ്, നിങ്ങൾക്ക് ആഗ്രഹിച്ച ഒരു ജോലി അതിനുവേണ്ടി ശ്രമിക്കാനായിരിക്കാം. ശ്രമിച്ച് ഓൾറെഡി കിട്ടിയിട്ടുണ്ടെങ്കിൽ മേ ബി ജോലിയിൽ എന്തെങ്കിലും പ്രോജക്റ്റിൻ്റെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഓക്കെ. സോ പല പല കാര്യങ്ങളാണ്, ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കും. ബട്ട് എന്തോ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ, നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് ഇങ്ങനെ ശ്രമിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താലോ എന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അതിന് പക്ഷേ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഓവറോൾ നിങ്ങൾക്ക് സക്സസ് കിട്ടും എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. അത് മോസ്റ്റ്ലി മണി വൈസ് ആണ് കാണുന്നത്. ഇവിടെ കരിയറിൻ്റെ ഒരു കാര്യമായിരിക്കാം, നിങ്ങൾക്ക് പണം ഫൈനാൻഷ്യലി നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിരിക്കും എന്നാണ് കാണുന്നത്. ഫൈനാൻഷ്യലി നിങ്ങൾ വളരെ സ്റ്റെബിലിറ്റിയിലേക്ക് എത്തും എന്നാണ് കാണുന്നത്. ഈ ഒരു കാര്യം, ഓക്കെ, ഈ ഒരു ഐഡിയ, നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കാര്യം, ഒരു ആഗ്രഹം, അത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു അബണ്ടൻസ് കൊണ്ടുവരും എന്നുള്ളതാണ്. ഓക്കെ, ബട്ട് ആ സ്റ്റെപ്പ് എടുക്കുന്നതിന് മുമ്പ് യൂണിവേഴ്സ് നിങ്ങളോട് അഡ്വൈസ് ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, തൽക്കാലം ഒരു പോസ് കാണുന്നുണ്ട്. ഇത് സ്റ്റോപ്പ് അല്ല, ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ ഫുള്ളി വിട്ട് കളയുന്ന രീതിയിലല്ല. നിങ്ങളോട് പറയുന്നത് ഒന്ന് പോസ് ചെയ്യാൻ പറയുന്നുണ്ട്, ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ പറയുന്നുണ്ട്. മേ ബി നിങ്ങളിപ്പോൾ ഒരു ആഗ്രഹം വെച്ചത് അതിനെ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഓടിച്ചാടി വേഗം വേഗം വേണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. ബട്ട് നിങ്ങളോട് പറയുന്നത് പേഷ്യൻസ്, ഓക്കെ, ക്ഷമ. ഫസ്റ്റ് ഓഫ് ഓൾ ക്ഷമ വയ്ക്കൂ എന്ന് പറയുന്നുണ്ട്. ആദ്യത്തെ കാര്യം പോസ് ചെയ്യാൻ പറയുന്നുണ്ട് നിങ്ങളോട്. ഇപ്പോൾ ആ ഒരു ആഗ്രഹം മേ ബി കുറച്ചുകൂടി ഡിലേ ചെയ്ത് പിന്നെ സ്റ്റാർട്ട് ചെയ്യൂ എന്നായിരിക്കാം ചിലപ്പോൾ. അങ്ങനെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് തീർക്കാനുണ്ടെങ്കിൽ അതിനെ ആദ്യം ചെയ്യൂ എന്നുള്ളതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചിലപ്പോൾ കുറേ നിങ്ങളിതിനു വേണ്ടി ചിലപ്പോൾ ഇതിൻ്റെ അല്ല, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്ത് നിങ്ങൾക്കൊരു കഴിഞ്ഞു എന്ന് വെച്ചോളൂ. ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു, പക്ഷെ മേ ബി ഇപ്പം നിങ്ങളപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ എന്തെങ്കിലും തുടങ്ങണതിന് മുമ്പ് നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കുക എന്നായിരിക്കാം. സോ രണ്ട് തരത്തിലും ആവാം. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി കുറച്ച് വേറെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിന് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കാം പ്രിപ്പറേഷൻ ചെയ്യാൻ പറയുന്നതായിരിക്കാം. ഓക്കെ, പ്രിപ്പയർ എന്ന് പറയുന്നുണ്ട്, അങ്ങനെ ആവാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തീർക്കാനുണ്ടെങ്കിൽ അത് തീർക്കൂ, എന്നിട്ട് ഇത് തുടങ്ങാം എന്നായിരിക്കാം. കുറച്ച് പേർക്ക് മേ ബി ജസ്റ്റ് റെസ്റ്റ് എടുക്കാനായിരിക്കാം. ഓക്കെ, ബിഫോർ യു സ്റ്റാർട്ട് സംതിങ് ഒരു ബ്രേക്ക് എടുക്കൂ എന്ന രീതിയിലായിരിക്കും. ഒരു ചെറിയൊരു ബ്രേക്ക്, നോട്ട് ലൈക്ക് ഒരു വലിയതല്ല പറയുന്നത്, ഒരല്പം തൽക്കാലം ഒന്ന് റിലാക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്ത് മേ ബി സമാധാനപരമായിട്ട് തുടങ്ങൂ എന്ന രീതിക്കും ആവാം. ഓക്കെ, മേ ബി ഇപ്പം നിങ്ങൾ ഒരുപാട് ആങ്ഷ്യസ് ആവുന്നുണ്ടാവാം, എന്നിട്ട് ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേ വർക്ക് നിങ്ങൾക്ക് വരാനുണ്ടാവും. അതുകൊണ്ടായിരിക്കാം യൂണിവേഴ്സ് പറയുന്നുണ്ട് ഇപ്പോൾ ഒരു ബ്രേക്ക് ഉണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി യൂണിവേഴ്സായിട്ട് നിങ്ങൾക്കൊരു പോസ് തന്നിട്ടുണ്ടെങ്കിൽ അത് നല്ലതിനാണ്. ഓക്കെ, ആ ഒരു ബ്രേക്ക് നിങ്ങൾക്ക് ആവശ്യമാണ്. ബിക്കോസ് അത് നിങ്ങളെ ഒന്ന് കുറച്ചുകൂടി ഫ്രഷ് ആക്കും എന്ന് പറയാം. ഓക്കെ,
ആൻഡ് അത് മാത്രമല്ല 8 of Cups ആണ്. സോ 8 of Cups പറയുമ്പോൾ നമ്മളിവിടെ എന്തോ വിട്ടുമാറി പോകണം എന്ന രീതി കൂടിയാണ് കാണുന്നത്. സോ ഈ ഒരു തീരുമാനം, ഓക്കെ, ആ ഒരു തീരുമാനം ആക്ച്വലി ഇവിടെ 5 Cups ഉണ്ട്. 5 Cups പറയുന്നത് നമ്മൾ എന്തെങ്കിലും പിന്നിൽ ഉപേക്ഷിക്കുക, നഷ്ടപ്പെടുക, നമ്മളെന്തെങ്കിലും പാസ്റ്റിലെ നഷ്ടങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പിന്നിൽ ഉപേക്ഷിക്കേണ്ടി വരാം എന്ന രീതിയിലാണ്. ഓക്കെ, സോ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാൻ പറയുന്നത്. സോ നിങ്ങളോട് പ്രിപ്പയർ ചെയ്യാൻ പറയുകയാണ്. ഇപ്പം യൂണിവേഴ്സ് പറയുന്നുണ്ട്, ഓക്കെ, സമയമെടുത്ത് നിങ്ങൾ ആദ്യം സ്വയം പ്രിപ്പയർ ചെയ്യുക. മേ ബി മെൻ്റലി പ്രിപ്പയർഡ് ആവാനായിരിക്കാം. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കേണ്ടി വരും, ചിലത് നിങ്ങൾക്ക് നഷ്ടപ്പെടാം. കുറച്ച് ലോസ് എന്ന രീതിക്ക് ഞാൻ പറയുന്നത് ഇത് ഇമോഷണലാണ് കാണുന്നത് കൂടുതലും. ഇവിടെ നമ്മൾ ഫൈനാൻഷ്യലിനെ കുറിച്ചല്ല, ബട്ട് ഒരു ഇമോഷണൽ ലോസ് എന്ന രീതിക്ക് കാണുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ പിന്നിൽ ഉപേക്ഷിച്ച് പോകേണ്ടി വരും. നിങ്ങളുടെ ചിലപ്പോൾ ഈവൻ ഉറക്കം ചിലപ്പോൾ പോയി കിട്ടും, അതായിരിക്കാം. ഓക്കെ, അത് ഉപേക്ഷിക്കേണ്ടി വരുമായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ റൊട്ടീനിൽ മാറ്റം കൊണ്ടുവരിക, നിങ്ങളുടെ ചിന്തകളിൽ മാറ്റം കൊണ്ടുവരിക, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരിക, സ്ഥലം മാറുക, എന്തുമാവാം. ഓക്കെ, ഒരു ചേഞ്ച് ഇവിടെ കാണുന്നുണ്ട് എനിക്ക്. അതിനുവേണ്ടി ഈ 2 കാർഡ് നമ്മൾ എന്തോ പിന്നിൽ നഷ്ടപ്പെടുന്ന രീതിയിലാണ് പറയുക. സോ എന്തെങ്കിലും അങ്ങനെ വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ സോ ഈ ഒരു സമയം എടുത്ത് നിങ്ങളോട് അതിന് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ വേണ്ട സ്റ്റെപ്സ് ആദ്യം എടുക്കൂ എന്ന രീതിയിലാണ്. അതിനുശേഷം പുതിയൊരു കാര്യം നിങ്ങൾക്ക് തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. ബട്ട് വേൾഡ് കാർഡും ഉണ്ട്. വേൾഡും നമ്മളൊരു എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ് എന്ന രീതിയിൽ വിളിക്കും. ഇവിടെ അതാ പറഞ്ഞ ഇവിടെ ചില കാര്യങ്ങൾ എൻഡ് ആവാനുണ്ട്, പക്ഷെ ഇവിടെ ന്യൂ ബിഗിനിങ്ങിൻ്റെ എല്ലാ സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. ലൈക്ക് ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് വളരെയധികം പ്രോസ്പെരിറ്റി കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾ മേ ബി ട്രാവലിങ്ങിൻ്റെ കാര്യം വീണ്ടും വരുന്നുണ്ട്. സോ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ട്രാവൽ വരുന്നുണ്ടാവാം, യാത്ര എവിടെയെങ്കിലും മാറേണ്ടി വരിക, അങ്ങനത്തെ കാര്യങ്ങൾ, സിറ്റി മാറുന്നു, കൺട്രി മാറുന്നു, എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. വിസയൊക്കെ വല്ലതും വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളായിരിക്കാം. കരിയറിന് വേണ്ടി ഒരു ചേഞ്ച് ആയിരിക്കാം, പഠിക്കാൻ പോകുന്നതായിരിക്കാം. ഓക്കെ, ബട്ട് അതിന് വേണ്ടി എന്താ ചില കാര്യങ്ങൾ നിങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കേണ്ടി വരും, അല്ലേ? ഈവൻ ജോലി നിങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ശരി, പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അപ്പോൾ അതിന് വേണ്ട എഫേർട്ട് ഇടണം നമ്മൾ. സോ പലതും നിങ്ങൾക്ക് പിന്നിൽ നഷ്ടപ്പെടും. ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്സ് നഷ്ടപ്പെടും, ചിലപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ മാറ്റി വെക്കേണ്ടി വരും, അല്ലേ? സമയം കൊടുക്കാൻ ചിലപ്പോൾ സാധിച്ചൊന്നും വരില്ല. സോ അങ്ങനെ ഒരു പോസ് എടുത്ത് തൽക്കാലം നിങ്ങൾ മെൻ്റലി പ്രിപ്പയർ ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. സോ ബിക്കോസ് നിങ്ങൾക്കൊരു ന്യൂ തുടക്കം ഇവിടെ ഉണ്ട്, ആൻഡ് അത് നിങ്ങൾക്ക് വളരെയധികം ഫൈനാൻഷ്യലി ബെനിഫിറ്റ് ഉണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് സക്സസ് വരുന്ന കാര്യമാണ്. ഇത് രണ്ടും സക്സസിനെ കുറിച്ചാണ് പറയുന്നത്. ഫൈനാൻഷ്യൽ സക്സസ്, ഓവറോൾ സക്സസ്, നമ്മുടെ ലൈഫിൽ തന്നെ നമ്മുടെ ഹാപ്പിനെസ്, സന്തോഷം എല്ലാം വരുന്ന പോലെയാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ചില സൈക്കിൾസ് കംപ്ലീറ്റ് ആവുന്നത് പറയും. സോ ചിലത് അവസാനിക്കും, ചിലത് പക്ഷെ പുതിയതായിട്ട് തുടങ്ങുകയും ചെയ്യും. അങ്ങനെ ഒരു കാര്യമാണ്. സോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡിലേ എങ്ങാനും വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് തരുന്ന സമയമാണ്. ഓക്കെ, ഡോണ്ട് വറി. ഓക്കെ, നിങ്ങൾക്കത് ഈ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ലൈഫ് മുന്നോട്ട് പോകും. കുറച്ച് പേർക്ക് ട്രാവലിംഗ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യെസ്, അതും വരും. ഓക്കെ, സോ പക്ഷെ അതിന് വേണ്ടി ചില ലോസ് നിങ്ങളൊന്ന് ഫേസ് ചെയ്യേണ്ടി വരും എന്ന രീതിയിലാണ്. മേ ബി അതിനെ അക്സെപ്റ്റ് ചെയ്യാനായിരിക്കാം നിങ്ങളോട് അല്പം സമയം എടുക്കാൻ പറയുന്നത്. ഓക്കെ, മേ ബി നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു വിഷമം, ഫീലിങ്സ് ഒക്കെ ഒരുപാട് വശമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം ഒന്ന് ബ്രേക്ക് എടുത്ത് റെസ്റ്റ് എടുക്കൂ, എന്നിട്ട് പുതിയതിലേക്ക് സ്റ്റാർട്ട് ചെയ്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തായാലും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വരാൻ പോകുന്നത്. സോ ഓക്കെ, നമ്മൾ പറയില്ലേ, ബി പോസിറ്റീവ്. ഓക്കെ, നമുക്ക് ഏഞ്ചൽ ആൻസേഴ്സ് എന്താ പറയുന്നത് കൂടി നോക്കാം. ട്രസ്റ്റ്. ഓക്കെ, ഓപ്പർച്യൂണിറ്റി, ന്യൂ ഓപ്പർച്യൂണിറ്റി, സം ന്യൂ ഓപ്പർച്യൂണിറ്റി ഈസ് കമ്മിങ്. അതിൻ്റെ അത് നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ അബണ്ടൻസ് ആണ് കൊണ്ടുവരാൻ പോകുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. നോ എന്നുണ്ട് ഇവിടെ. യെസ്, ഇപ്പം തൽക്കാലത്തേക്ക് ഒരു നോ ആയിരിക്കാം. അതാണ് ഞാൻ പറഞ്ഞ നേരത്തെ ഒരു പോസ്. ഓക്കെ, അതായത് ടെമ്പററി ഒരു ബ്രേക്ക്. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി. വെരി ഗുഡ്. One more card please. Okay, within the next few months എന്ന് കാണുന്നുണ്ട്. ഓക്കെ, ഇതിവിടെ നിങ്ങളോട് പറയുന്ന ഒന്ന് ട്രസ്റ്റ് ചെയ്യുക, ഡിവൈൻ ടൈമിനെ ട്രസ്റ്റ് ചെയ്യുക, ഡിവൈനെ ട്രസ്റ്റ് ചെയ്യുക, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി നല്ലത് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ എന്തെങ്കിലും നമ്മൾ പിന്നിൽ ഉപേക്ഷിക്കുന്നുണ്ട് അങ്ങനെ വല്ലതും വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ട്രസ്റ്റ് വിട്ട് കളയരുത്. യൂണിവേഴ്സ് നിങ്ങളെ കൂടെ തന്നെ ഉണ്ട്, നിങ്ങളെ നല്ല രീതിക്കാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്ന് പറയുന്നുണ്ട്. കുറച്ച് പേരോട് പറയുന്നുണ്ട് തുറന്ന് പറയൂ. ഓക്കെ, സംസാരങ്ങൾ വളരെ ക്ലിയർ ആക്കി വെക്കൂ. വാട്ട് ഡു യു വാണ്ട്, നിങ്ങൾക്ക് എന്താ വേണ്ടത് അത് തുറന്ന് പറയാം. മേ ബി ആരോടെങ്കിലും എന്തെങ്കിലും എക്സ്പ്രസ് ചെയ്യേണ്ടതുണ്ടാവാം, അതിൻ്റെ ആയിരിക്കാം. സോ ആൻഡ് ഇവിടെ ഒരു ഗ്ലോബ് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അഗൈൻ നമ്മുടെ നേരത്തെ വേൾഡ് വന്നിരുന്നു. സോ യെസ്, എന്തോ നിങ്ങൾക്ക് ട്രാവൽ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ നമ്മളെന്തെങ്കിലും ഞാൻ പറയില്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ അതിനെ എക്സ്പാൻഡ് ചെയ്യുക, നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക. അതിൽ കുറേ എന്താ പറയുക, വേൾഡ് വൈഡ് ചിലപ്പോൾ അറിയപ്പെടുന്ന എന്തെങ്കിലും നിങ്ങളുടെ ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യുന്ന കാര്യം എന്തെങ്കിലും ഉണ്ടാവും. ഓക്കെ,
ഓപ്പർച്യൂണിറ്റി, യെസ്, തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് മണി മേക്കിംഗ് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. കരിയറിലാണ് മെയിൻ ആയിട്ട് കാണുന്നത്. കരിയർ മാത്രമല്ല, പക്ഷെ ഫാമിലി വൈസ് ഒക്കെ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി വരുന്നു എന്നാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫ് വളരെ സ്റ്റേബിൾ ആയിട്ട് മുന്നോട്ട് പോകും. ഫൈനാൻഷ്യൽ അബൻഡൻസ് കാണുന്നുണ്ട്. നോ, ഞാൻ പറഞ്ഞ പോലെ തൽക്കാലത്തേക്കുള്ള ഒരു നോ ആണ്. ഓക്കെ, എന്തെങ്കിലും ഡിലേസ് ഇപ്പോൾ വരുന്നുണ്ടെങ്കിൽ അത് ടെമ്പററി നോ മാത്രമാണ്. ഓക്കെ, അത് നിങ്ങൾക്കൊരു റെസ്റ്റ് പീരീഡ് തരുന്ന പോലെയാണ്. യൂണിവേഴ്സ് പോസ് എന്ന് പറഞ്ഞില്ലേ ഞാൻ, അതാണ് ഇവിടെ. ഓക്കെ, ആൻഡ് ഇവിടെ വിത്തിൻ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് നിങ്ങൾക്ക് ഈ റിസൾട്ട് തീർച്ചയായിട്ടും കാണും എന്നുള്ള കൂടി ഒരു അഡ്വൈസ്. ഓക്കെ, സോ എന്തായാലും പോസിറ്റീവായിട്ട് നിങ്ങൾ മുന്നോട്ട് മൂവ് ചെയ്യുക. ചില കാര്യങ്ങൾ യെസ് പിന്നിൽ ഉപേക്ഷിക്കേണ്ടി വരും, ബട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്കതൊരു ലോസ് ആണ് എന്ന് കരുതണ്ട. അത് നിങ്ങളെ വേറെ എന്തെങ്കിലും നല്ലതിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള ഒരു സ്റ്റെപ്പ് മാത്രമാണ്. ഓക്കെ, മനസ്സിൽ ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. ഫസ്റ്റ് ഓഫ് ഓൾ യൂണിവേഴ്സിറ്റി ട്രസ്റ്റ് വയ്ക്കാം. ഓക്കെ, എല്ലാം നല്ലതിനായിരിക്കും എന്ന് വിചാരിക്കാം. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.